നമ്മളുടെ ഇന്നത്തെ ഈ പരിചിന്തനം നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. കാരുണ്യവാനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും നിന്നെ വാഴ്ത്തുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത നിൻ്റെ അരൂപിയെ ഞങ്ങളിലേക്ക് അയക്കണമേ. ആ അരൂപിയുടെ പ്രചോദനത്തിന് വിധേയരായി ജീവിക്കുവാനായിട്ട്, ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ്, നിൻ്റെ അരൂപിയുടെ പ്രകാശവും പ്രചോദനം എപ്പോഴും ഞങ്ങളുടെ പാതകളെ നയിക്കുമാറാകട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, എപ്പോഴും നീ ഞങ്ങളോടുകൂടി ആയിരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ ഈ പരിചിന്തനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന ഒരു വാചകം ഞാൻ വായിക്കുകയാണ്. 16-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഇനിയും എനിക്ക് നിങ്ങളോട് വളരെ കാര്യങ്ങൾ പറയാനുണ്ട്, ഈശോ പറയുകയാണ്. പക്ഷെ അതെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ അയക്കും. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അവിടുന്ന് പറയുകയാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. യേശു നമ്മളെ പഠിപ്പിച്ച് വിട്ടുപോയ അല്ലെങ്കിൽ പ്രബോധിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അവിടുന്ന് പഠിപ്പിച്ച പല കാര്യങ്ങളും നമുക്കത്ര എളുപ്പം ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കണമെന്നില്ല. അതിന് ഈ അരൂപിയുടെ സാന്നിധ്യം, ആ ഒരു അഭിഷേകം നമുക്ക് എപ്പോഴും ഉണ്ടായേ മതിയാകും. പല കാര്യങ്ങളും ഈ അരൂപിയുടെ അസാന്നിധ്യത്തിൽ നമ്മൾ വളരെ ലൗകികമായിട്ടായിരിക്കും പരിഗണിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. നീതിയെക്കുറിച്ച് തന്നെ എടുക്കുക. എന്നോടൊരാൾ അനീതി ചെയ്യുന്നു. ഈ അനീതി എനിക്ക് പല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ വചനം മനസ്സിലാക്കിയ വ്യക്തി, ഈ അരൂപിയാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി തന്നോട് ചെയ്ത അനീതിയെ കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും. സാരമില്ല, ആ വ്യക്തിക്ക് അറിവില്ലാതെ എന്നോട് ചെയ്തതാണ് എന്ന് കരുതാനുള്ള ആ മനസ്സ് ഈ അരൂപിയുടെ അഭിഷേകമുള്ളവർക്ക് കിട്ടും. അതേസമയത്ത് കേവലം മാനുഷികമായിട്ടുള്ള ഒരു അരൂപിയാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ പറയാൻ തുടങ്ങും, എനിക്ക് നീതി കിട്ടിയില്ല, എന്നെ അനീതിപരമായിട്ട് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്നെ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിച്ചു. കർത്താവ് പറഞ്ഞ വചനങ്ങളെക്കുറിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഈ അരൂപിയുടെ സാന്നിധ്യം കൂടിയേ കഴിയൂ. അതുപോലെ തന്നെ നമുക്ക് ഈ അരൂപി ഉണ്ടെങ്കിൽ മാത്രമേ വിഷമഘട്ടങ്ങളിൽ ധൈര്യം കിട്ടുകയുള്ളൂ. കാരണം ആ അരൂപി ധൈര്യത്തിൻ്റെയും അരൂപിയാണ്, സ്ഥൈര്യത്തിൻ്റെ അരൂപിയാണ്. അപ്പോസ്തലന്മാരുടെ കാര്യം എടുക്കുക, പത്രോസിൻ്റെ കാര്യം. പത്രോസ് ഒരു പേടിത്തൊണ്ടനായ ഭീരുവായ മനുഷ്യനായിരുന്നു. ഈശോയെ പിടിച്ചുകെട്ടി കൊണ്ടുപോകുമ്പോൾ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പത്രോസ് ഇങ്ങനെ ദൂരെ മാറി പിന്നാലെ പോവുകയാണ്. പോകുമ്പോൾ പ്രധാനാചാര്യൻ്റെ, പുരോഹിതൻ്റെ കൊട്ടാരത്തിൽ അവിടെ പത്രോസ് കയറി ചെല്ലുന്നു. അപ്പോൾ പത്രോസിനോട് ഉള്ളൊരു ചോദ്യം, നീയും അവൻ്റെ കൂടെ ഉള്ളവനാണല്ലോ, നിൻ്റെ സംസാരവും തെളിയിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പത്രോസ് എന്താണ് പറയുന്നത്? ഞാൻ അവനെ അറിയുക പോലുമില്ല. അങ്ങനെ തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ്, പേടിച്ചിട്ട്, തനിക്ക് ശിക്ഷ കിട്ടിയെങ്കിലോ എന്ന് പേടിച്ചിട്ട്. അതുപോലെ തന്നെ പലരും, മിക്കവാറും എല്ലാ ശിഷ്യന്മാരും തന്നെ അവിടുത്തെ ഇട്ടിട്ട് ഓടിമറയുകയാണ് ചെയ്തത്. പക്ഷേ ഈ ശിഷ്യന്മാർ വളരെ ധൈര്യത്തോടു കൂടിയിട്ട്
അന്നത്തെ ഭരണസംഘമായ സാൻഹെദ്രീനത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട് പത്രോസ്, ഞങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത്? ദൈവത്തെ മനുഷ്യരെയോ? കേവലം മനുഷ്യരായ നിങ്ങളെ അനുസരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, ഞങ്ങൾ ദൈവത്തെയാണ് അനുസരിക്കുന്നത്. ഇത്രയും ധൈര്യം അവർക്ക് എവിടെ നിന്ന് കിട്ടി? ആ പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് അവർക്ക് ആ അരൂപിയുടെ ആ അനുഭവം ഉണ്ടായത്. ഈ അരൂപിയില്ലാതെ ഒരിക്കലും നമുക്ക് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല, സത്യത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. കർത്താവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ സത്യം എന്താണെന്ന് മനസ്സിലാകും, പാപം എന്താണെന്ന് മനസ്സിലാകും, ന്യായവിധി എന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാകണമെങ്കിൽ ഈ അരൂപി നിരന്തരമായിട്ട് നമ്മളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ധ്യാനിക്കുക. അത് മനസ്സിലാക്കണമെങ്കിൽ നിരന്തരമായിട്ട് ഈ അരൂപിയുടെ സാന്നിധ്യം നമുക്കുണ്ടാകണം. എന്ന് നമ്മളിൽ നിന്ന് അരൂപി ഇല്ലാതാകുന്നുവോ അന്ന് നമുക്ക് ഈശോയുടെ വചനങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ പോകും. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ രൂപമില്ലാതിരുന്ന ഭൂമിയെക്കുറിച്ച് പറയുന്നുണ്ട്. രൂപമില്ലാതിരുന്ന ഭൂമി, ആ ഭൂമിയുടെ മുകളിലൂടെ ദൈവത്തിൻ്റെ അരൂപി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ചലിച്ചപ്പോഴാണ് അങ്ങനെ ഭൂമിയുടെ മുകളിലൂടെ കടന്നു പോയപ്പോഴാണ് ഈ ഭൂമിക്ക് രൂപമുണ്ടായത്. ചുരുക്കത്തിൽ ഈ ഭൂമിയുടെ രൂപം എന്ന് പറയുന്നത് അരൂപി കൊടുക്കുന്ന രൂപമാണ്. നമുക്ക് രൂപമുണ്ടാകുന്നത്, ശരിയായിട്ടുള്ള രൂപമുണ്ടാകുന്നത് അത് അരൂപി നമ്മളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ്. ഇങ്ങനെ നമ്മളിൽ അരൂപി നിറഞ്ഞു നിൽക്കുന്ന ആ അവസ്ഥ ഒരു സാധാരണ ഉദാഹരണം കൊണ്ട് വിശദമാക്കാവുന്നതേ ഉള്ളൂ. ഒരു ബലൂൺ, ഈ ബലൂണിൽ നമ്മൾ കാറ്റ് നിറയ്ക്കുന്നു. ഈ കാറ്റ് നിറഞ്ഞു വരുമ്പോഴാണ് ബലൂണിൻ്റെ യഥാർത്ഥ രൂപം പ്രത്യക്ഷപ്പെടുക. കാറ്റില്ലാത്ത അവസ്ഥയിൽ അതിങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് കച്ചവടക്കാരൻ്റെ സഞ്ചിയിൽ കിടക്കുന്നേ ഉള്ളൂ. അങ്ങനെ കിടക്കുന്ന ഒരു ബലൂണിൻ്റെ പുറമെയുള്ള ചിത്രങ്ങളും നിറവും ഒന്നും കാണാൻ പറ്റില്ല. ഈ അരൂപിയെ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോഴാണ് ആ ബലൂണിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇപ്രകാരം നമുക്ക് യഥാർത്ഥത്തിലുള്ള രൂപം തരുന്നത് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയാണ്. ഈ അരൂപി നമ്മളില്ലാതെ വരുമ്പോൾ ആ കാറ്റില്ലാത്ത ബലൂൺ പോലെ ചുക്കിച്ചുളിഞ്ഞ് പിന്നെ നമുക്കൊന്നും സാധ്യമല്ലാതായിത്തീരുന്നു. ഇന്ന് നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കുന്ന വാഹനങ്ങളുണ്ട്. ഈ വാഹനങ്ങളുടെ ചക്രത്തിനുള്ളിൽ എന്താണുള്ളത്? കേവലം കാറ്റാണ്, വായുവാണ്. ഈ വായു നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് അത് നല്ല ഭംഗിയായിട്ട് ഓടുന്നത്, എത്ര ഭാരവും വഹിക്കാൻ കഴിവുള്ള ഒന്നായി മാറുന്നത്. വലിയ ട്രക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എത്രയോ ടൺ കണക്കിന് ലോഡാണ് അവർ കൊണ്ടുപോകുന്നത്. അത് കൊണ്ടുപോകുന്ന ശക്തി എവിടെ നിന്നാണ്? ഈ ടയറിൽ നിറഞ്ഞു നിൽക്കുന്ന ആ വായുവിൽ നിന്നാണ്. ഹീബ്രു ഭാഷയിൽ റൂഹ എന്ന് പറയുമ്പോൾ അർത്ഥം റൂഹാദ കുദീശ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, പരിശുദ്ധ ആത്മാവ്. റൂഹ എന്ന് പറഞ്ഞാൽ കാറ്റെന്നും അർത്ഥം ഉണ്ട്. ഈ കാറ്റ് അത് തന്നെയാണ് നമ്മൾ പറയുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് നിറഞ്ഞ് നമുക്ക് രൂപം തരുന്ന ആ ആത്മാവ്. അത് നമ്മൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളെ ശരിയായ രീതിയിൽ നോക്കിക്കാണാൻ കഴിയുക, കർത്താവിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക, നമുക്ക് ധൈര്യം ലഭിക്കുക, നമ്മുടെ വിശ്വാസം ജീവിക്കാനുള്ള സ്ഥിരത ലഭിക്കുക. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുക, എന്തെല്ലാം അഴിമതികളും അക്രമങ്ങളും അവിടെയുണ്ട്, ദുശ്ശീലങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് മദ്യപാനം വലിയൊരു ദുശ്ശീലമാണത്. എന്തുകൊണ്ടാണ് ഈ മദ്യപാനം മനുഷ്യർക്ക് മാറ്റാൻ കഴിയാതെ വരുന്നത്? കാരണം അവരിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്രകാരം ദൈവത്തിൻ്റെ അരൂപിയല്ല പ്രത്യേകത, അത് മനുഷ്യൻ്റെ അരൂപിയാണ്. എത്രമാത്രം മനുഷ്യൻ്റെ അരൂപി നിറഞ്ഞു നിൽക്കുന്നുവോ അത്രമാത്രം കുറവായിരിക്കും ദൈവത്തിൻ്റെ അരൂപി ആ വ്യക്തിയിൽ. അതനുസരിച്ച് ആ വ്യക്തി മാനുഷികമായിട്ടുള്ള ശീലങ്ങൾക്കെല്ലാം അടിപ്പെടും. ദൈവത്തിൻ്റെ അരൂപി നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ദൈവികമായ രൂപം കിട്ടുകയുള്ളൂ. നമ്മുടെ ഭാരങ്ങൾ വഹിക്കാനായിട്ട് നമുക്ക് കഴിവ് തരുന്നത് ഈ അരൂപിയാണ്. ചക്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വായുവാണ് വലിയ ലോഡ് വഹിക്കാനായിട്ട്, ഭാരം വഹിക്കാനായിട്ട് വാഹനത്തെ ശക്തമാക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എത്രയോ വലിയ ഭാരങ്ങളുണ്ടാകുന്നുണ്ട്. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഉദ്യോഗത്തിലെ പ്രശ്നങ്ങൾ, സമർപ്പിതരും വൈദികരുമാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം വലിയ ഭാരങ്ങളായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഈ ഭാരങ്ങളെല്ലാം വഹിക്കാനായിട്ട് എപ്പോഴാണ് ശക്തി ലഭിക്കുക? അത് ലഭിക്കുന്ന ഈ അരൂപി നമ്മളുണ്ടാകുമ്പോൾ മാത്രമാണ്. ആ അരൂപി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി തരികയുള്ളൂ. മറ്റെന്തിൽ ആശ്രയം വെച്ചാലും അതെല്ലാം വെറും പരിമിതമായ സമയത്തേക്ക് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ അരൂപി നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ മലയിലെ പ്രസംഗം അത് എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യമൊന്നുമല്ല.
പല കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ യുക്തിക്ക് ലോജിക്കിന് വിരുദ്ധമാണ്. അപ്പോൾ ആ യുക്തി ലോജിക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ അരൂപി ഉണ്ടായേ മതിയാകൂ. ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ് എന്ന് പറയുന്ന ആ കാര്യത്തെ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക? ഒരു ലോകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് ഈ അരൂപി നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വചനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നിൻ്റെ ഒരു കരണത്തടയ്ക്കുമ്പോൾ മറ്റേ കരണം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ വചനത്തെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? നിനക്ക് നിൻ്റെ കണ്ണോ കാലോ ഉതപ്പ് വരുത്തുണ്ടെങ്കിൽ അത് വെട്ടിക്കളയുക അല്ലെങ്കിൽ ചുഴന്നെടുത്ത് കളയുക എന്ന് പറയുന്ന വചനത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഈ അരൂപിയുടെ സാന്നിധ്യം ആവശ്യമാണ്, തികവ് ആവശ്യമാണ്. അതുണ്ടാകുമ്പോൾ മാത്രമേ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ആ വിശുദ്ധ ഫ്രാൻസിസ് അസീസ് ചെയ്തതുപോലെ തൻ്റെ സമ്പത്ത് മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ഇട്ടെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുവാനായിട്ട് ആർക്ക് കഴിയും? ഈ ദൈവത്തിൻ്റെ അരൂപി, കർത്താവിൻ്റെ അരൂപി നിറഞ്ഞു നിൽക്കുമ്പോഴേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ അരൂപി വന്നു കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മൊത്തം മാറും. കുടുംബത്തിലെ കാര്യം എടുക്കുക. യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും കുടുംബജീവിതം സമാധാനപരമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ഈ അരൂപിയുടെ സാന്നിധ്യവും തികവുമെല്ലാം വേണം. രണ്ടുപേരും കൂടെ ഒരേ രീതിയിൽ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന് ഒരു നരകതുല്യമായിത്തീരും, ഒരു നരകം തന്നെയായിത്തീരും. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ അരൂപി നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി പറയും, സാരമില്ല, ഞാനതൊന്ന് സഹിച്ചേക്കാം എന്ന് പറഞ്ഞാൽ തന്നെ ആ കുടുംബത്തിൽ പകുതി സമാധാനമായി. അതുപോലെ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിലും ഇതുതന്നെയാണ്, സാരമില്ല പോട്ടെ എന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ അവിടെ സമാധാനമുണ്ടാകും. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ കഴിയണമെങ്കിൽ ഈ അരൂപി നമ്മളുണ്ടാകണം. എങ്കിലേ ക്രിസ്തു പറഞ്ഞ, യേശു പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളൂ. ഈ അനുദിന ജീവിതത്തിൽ ഇപ്രകാരം അരൂപിയുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ ഉതകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടാകും. അവിടെയൊക്കെ നമ്മൾ പരാജയപ്പെടുന്നോ വിജയിക്കുന്നോ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും നമ്മൾ യഥാർത്ഥത്തിൽ അരൂപിയെ കൊണ്ട് നിറഞ്ഞവരാണോ എന്ന്. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമുക്കറിയാം ഒരുപാട് അഴിമതി, അക്രമം അല്ലെങ്കിൽ കൈക്കൂലി നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. കള്ളക്കടത്ത് അല്ലെങ്കിൽ കള്ളപ്പണം, ഇതെല്ലാം ഉള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയൊക്കെ അരൂപിയുള്ള വ്യക്തികൾ എന്താണ് ചെയ്യുക? ഏത് നഷ്ടം സഹിച്ചും അങ്ങനെ ചെയ്യാതിരിക്കും. അതാണ് സർക്കാരിന് നികുതി കൊടുക്കണമെന്നുള്ളത് ഒരു നിയമമാണത്. നികുതി കൊടുക്കാതെ നികുതി വെട്ടിപ്പ് നടത്തുന്നവർ വാസ്തവത്തിൽ അരൂപിയില്ലാത്തവരാണ്. നമുക്കറിയാം അവിടെയും അഴിമതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല പൗരന്മാരെന്ന നിലയിൽ നമ്മൾ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ സഹകരിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ദൈവത്തിൻ്റെ അരൂപി നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ഈ കാര്യത്തിൽ കള്ളത്തരം കാണിക്കാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ നമ്മൾ ഈ വിശ്വാസമുള്ളവർ, ക്രൈസ്തവരായിട്ടുള്ളവർ, യേശുവിൻ്റെ അനുയായികൾ ഈ ലോകത്തിൻ്റെ പുളിമാവായിട്ട് മാറണമെങ്കിൽ, വെളിച്ചമായിട്ട് മാറണമെങ്കിൽ, മനസ്സാക്ഷിയായിട്ട് മാറണമെങ്കിൽ ഈ അരൂപി നമ്മളുണ്ടാകണം. അപ്പോഴേ യേശു പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നിനക്ക് നിൻ്റെ കാലോ കൈയോ ഒതുപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വെട്ടിയെറിയുക അല്ലെ ചുഴന്നെറിയുക എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? നമ്മൾ ശാരീരികമായിട്ട് നമ്മുടെ കാലും കൈയും വെട്ടിയെറിയുക എന്നുള്ള അർത്ഥത്തിലല്ല. നീ എന്ത് നഷ്ടം സഹിച്ചും ഇത് ചെയ്യാനായിട്ട് ബാധ്യസ്ഥനാണ്. നിൻ്റെ ഉതപ്പിൽ നീ അകന്നു നിൽക്കാനായിട്ട് കടപ്പെട്ടവനാണ്. നീ ഒന്നും നിനക്ക് നഷ്ടം, ഏത് നഷ്ടവും നീ സഹിക്കാൻ തയ്യാറാകണം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസിൻ്റെ വാചകങ്ങൾ പ്രത്യേക ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയും, ശാരീരികമായിട്ട് അഭിമാനിക്കാനായിരുന്നെങ്കിൽ എനിക്കൊരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എന്താണ് ആ കാര്യങ്ങൾ? ഞാനൊരു യഹൂദനാണ്, അതും ഫരിസേയ വിഭാഗത്തിൽപ്പെട്ടവനാണ്, ഏറ്റവും ഉയർന്നവനാണ്. ഞാൻ വലിയ ധനികനാണ്, ഞാൻ അത് നന്നായിട്ട് പഠിച്ചവനാണ്, ഡിഗ്രി ഉള്ളവനാണ്. അതുപോലെ എൻ്റെ മാതാപിതാക്കൾ വലിയ പണക്കാരാണ്. ഞാൻ റോമൻ പൗരനാണ്. അതുപോലെ യഹൂദ മതത്തിൽ വിശ്വസിക്കുക മാത്രമല്ല ക്രിസ്ത്യാനികളെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചവനാണ് ഞാൻ. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് അഭിമാനിക്കാനായിട്ട് ഒരുപാട് വകയുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ നഷ്ടമായിട്ട് കണക്ക് കൂട്ടുകയാണ്. ഞാനതെല്ലാം വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് ഏറ്റവും വലിയതായി ഞാൻ കരുതുന്നതുകൊണ്ട് ഇതെല്ലാം വെറും ഉച്ഛിഷ്ടം പോലെ ഞാൻ കരുതി. അപ്പോൾ എനിക്കുള്ളതെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതാനായിട്ട് പൗലോസ് പറയണം, അങ്ങനെ എനിക്ക് സാധിച്ചു. കാരണം യേശുവിനെക്കുറിച്ചുള്ള അറിവ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ കരുതുന്നു. ആ അറിവ് എന്ന് പറയുന്നത് ഒരു ബൗദ്ധികമായിട്ടുള്ള അറിവല്ല. യേശുവിനെ ഞാൻ അനുഭവിച്ചു. ആ കുതിരപ്പുറത്തും തള്ളിയിട്ട അവസരത്തിൽ യേശുവിനെ അനുഭവിച്ച വ്യക്തിയാണ് പൗലോസ്. ആ അനുഭവത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അവനെക്കുറിച്ചുള്ള അറിവ്,
അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. അപ്പോൾ ഇപ്രകാരം യേശുവിൻ്റെ അരൂപി കിട്ടിക്കഴിയുമ്പോൾ, അവനെ അനുഭവിച്ച് കഴിയുമ്പോൾ പിന്നെ മറ്റൊന്നും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുകയേയില്ല. അവിടെയാണ് കർത്താവ് പറയുന്നത്, ഈ അരൂപി വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, നിങ്ങളെ പഠിപ്പിച്ചു തരും, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ അതിലുള്ള തെറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്രകാരം ഈ അരൂപിയുടെ സാന്നിധ്യത്തിനായിട്ട് നമ്മൾ എപ്പോഴും ഒരുങ്ങണം. ഈ അരൂപിയുടെ പ്രചോദനങ്ങൾ നമുക്ക് എവിടെയാണ് കിട്ടുക? അത് നമ്മുടെ മനസാക്ഷിയിലാണ്. നമ്മുടെ മനസാക്ഷി നമ്മളോട് ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ മനസാക്ഷി പറയും, മകളെ മനത് തെറ്റാണ്, നീ അത് ചെയ്യരുത്. പക്ഷേ ആ മനസാക്ഷിയുടെ സ്വരത്തെ ധിക്കരിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം കേൾക്കും, 2 പ്രാവശ്യം കേൾക്കും, 3 പ്രാവശ്യം കേൾക്കും, പിന്നെ സാവധാനം ആ മനസാക്ഷിയുടെ സ്വരം ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ ഈ മനസാക്ഷി രൂപീകരിക്കപ്പെടേണ്ടത് ശരിയായ രീതിയിൽ തന്നെ ആയിരിക്കണം. ഒരുപാട് മനുഷ്യർക്ക് ഇത്തരത്തിലുള്ളൊരു മനസാക്ഷി രൂപീകരണം നടക്കുന്നേയില്ല. അതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ അഴിമതിയും അക്രമമെല്ലാം നടക്കുന്നത്. ദൈവത്തിൻ്റെ അരൂപി നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ ഈ മനസാക്ഷി ഇങ്ങനെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ. അത് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമാണത്. ദൈവത്തിൻ്റെ അരൂപി നമ്മളെപ്പോഴും ഉണ്ടായിരിക്കാനായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം. നമ്മളൊക്കെ സ്ഥൈര്യലേപനം സ്വീകരിച്ചവരാണ്. 7 കൂദാശകളിലൊന്നാണ് സ്ഥൈര്യലേപനം. പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായ വിധത്തിൽ നമുക്ക് തരുന്ന വിശുദ്ധ കൂദാശയാണ് സ്ഥൈര്യലേപനം എന്ന് പറയുന്നത്. സ്ഥൈര്യലേപനം എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ വിശ്വാസത്തിൽ സ്ഥിരമായി നിൽക്കാൻ, സ്ഥിരപ്പെടുത്താനായിട്ട് ഉപകരിക്കുന്ന ഒരു ലേപനമാണിത്. നമുക്ക് നമ്മുടെ നെറ്റിയിൽ പൂശുന്ന ആ വിശുദ്ധ തൈലം കൊണ്ട പൂശൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നതിൻ്റെ പ്രതീകമാണിത്. എല്ലാ കൂദാശകളിലും നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഈ വിശുദ്ധ കൂദാശയിൽ അവിടെ നമ്മൾ പ്രത്യേകമായ രീതിയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. അതിന് നമ്മളുടെ തന്നെ ഒരു സഹകരണം ആവശ്യമാണ്. എപ്പോഴും നമ്മൾ ഈ അരൂപിയുടെ പ്രചോദനങ്ങളോട് സഹകരിച്ച് നിന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എത്രയോ വിശുദ്ധമായിട്ടുള്ള മനസാക്ഷിയോട് കൂടിയിട്ടാണ് കുഞ്ഞുങ്ങൾ ഈ കൂദാശ സ്വീകരിക്കുന്നത്. പക്ഷേ കാലക്രമത്തിൽ അവരിൽ നിന്ന് അരൂപി വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാകും, ഈ പെരുന്നാളുകൾക്കൊക്കെ പോകുമ്പോൾ ഈ ബലൂൺ അതിനെ ചിലപ്പോൾ പിള്ളേർ പോയിട്ട് ഒരു മുട്ട് സൂചി കൊണ്ടൊരു കുത്തു കൊടുക്കും. കുത്തു കൊടുത്താൽ ഇങ്ങനെ ക്രമേണ അതിൻ്റെ കാറ്റ് കുറേശ്ശെ പോയിക്കൊണ്ടിരിക്കും. പോയി അവസാനം അതിൻ്റെ കാറ്റ് കംപ്ലീറ്റ് പോയി കഴിയുമ്പോൾ അത് ചുക്കിച്ചുളിഞ്ഞ് താഴേക്ക് വീഴും. ഇതുപോലെ തന്നെയാണ് നമ്മൾ നല്ല വഴിക്കൂടെ അല്ല വണ്ടി ഓടിക്കുന്നതെങ്കിൽ ചിലപ്പോഴെങ്കിലും അതിൽ ആണിയോ മുള്ളോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുത്തിക്കയറാൻ വഴിയുണ്ട്. അങ്ങനെ കയറുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിനകത്തുള്ള കാറ്റ് കുറേശ്ശെയായിട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അറിയണമെന്നില്ല. നമ്മൾ എപ്പോഴെങ്കിലും അറിഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടി നിർത്തി ആ പങ്ക്ചർ നമ്മൾ ഒട്ടിക്കാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ കുഴപ്പം എന്താണ്? പിന്നെ വണ്ടി മുന്നോട്ട് പോകില്ല. കുറേ കഴിയുമ്പോൾ അത് ചക്രം ഫ്ലാറ്റാകും. പിന്നെ വണ്ടി ഭാരം വഹിക്കാൻ കഴിവില്ലാത്തതാകും. ഈ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് വന്നാൽ ഇതാണ് സംഭവിക്കുക. എത്രയോ പേര് സമൂഹത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. കാരണം എന്താണ്? ഈ ഭാരം വഹിക്കാനുള്ള കഴിവ് കൊടുക്കുന്ന ആത്മാവ് അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു. അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് മനുഷ്യൻ നീങ്ങുന്നത്. നേരെ മറിച്ച് ഈ ആത്മാവുണ്ടെങ്കിൽ എത്ര ഭാരം വേണമെങ്കിൽ വഹിക്കാനുള്ള കഴിവ് അവർക്കുണ്ടാകും. ഒരു 50 കൊല്ലം മുമ്പത്തെ കാര്യങ്ങളെടുത്ത് നോക്കുക. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, ഞാനൊരു കുടിയേറ്റ കർഷക കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. വീട്ടിലൊക്കെ എത്രയോ കഷ്ടപ്പാടുകളുണ്ടായിരുന്നു, എത്രയോ സാമ്പത്തിക ക്ലേശങ്ങളുണ്ടായിരുന്നു, എന്തെല്ലാം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ടായിരുന്നു, ഒരുപാട് കടമുണ്ടായി. പക്ഷേ ഇതൊന്നും അവരെ ആരെയും, മാതാപിതാക്കളെ ഞങ്ങളെ ആരെയും ആത്മഹത്യയിലേക്ക് നിന്ന് ഒരിക്കൽ പോലും അങ്ങനെ ഒരു ചിന്ത പോലും വന്നില്ല. കാരണം എന്താണ്? ദൈവം നമ്മളിലുണ്ട്, ദൈവത്തിൻ്റെ അരൂപി നമ്മളിലുണ്ട്. ഈ അരൂപി ഉള്ളതുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഈ കഷ്ടപ്പാടുകളൊന്നും കഷ്ടപ്പാടുകളെ അല്ല, ഇതൊന്നും ഈ ജീവിതത്തിൻ്റെ അന്ത്യമല്ല എന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഈ അരൂപി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അരൂപിയുടെ സാന്നിധ്യം ഇന്ന് വളരെയേറെ അത്യാവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ട വലിയൊരു കാര്യമാണ് ദൈവത്തിൻ്റെ അരൂപി അവരിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ആ സാഹചര്യം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ അരൂപിയുടെ ആ പ്രചോദനങ്ങളൊക്കെ ആയിട്ട് കാതോർക്കാം. നമ്മുടെ ഓരോ പ്രവർത്തനവും, ഓരോ സംസാരവും, ഓരോ മനോഭാവമെല്ലാം ഈ അരൂപിയുടെ തികവിലാകട്ടെ. അങ്ങനെ വരുമ്പോൾ ഈശോ പറഞ്ഞതുപോലെ നമുക്ക് അവിടുത്തെ വചനങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ ഈ ആത്മാവ് തന്നെ നമുക്ക് പറഞ്ഞു തരും. ആത്മാവിൻ്റെ പ്രചോദനത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം, നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തെ എല്ലാം ക്രമീകരിക്കാം. കർത്താവിൻ്റെ കൃപ നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ടാവട്ടെ.